ഹലോ, ഇന്നത്തെ നമ്മുടെ ക്രിയേഷൻ ഈ ഒരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമ്മുടെ ഈ ഒരു ഐശ്വര്യ എന്ന് പറയുന്ന സബ്സ്ക്രൈബർ പറഞ്ഞിരിക്കുകയാണ് ക്യൂട്ടായിട്ടുള്ള ഒരു പേപ്പർ വെയിറ്റ് ചെയ്യോ പാണ്ടാ തീമിലെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇതിന് മുമ്പ് ഞാൻ പേപ്പർ വെയിറ്റ് ചെയ്ത ചരിത്രമൊന്നുമില്ല, ഫസ്റ്റ് ടൈമാണ് പേപ്പർ വെയിറ്റ് ചെയ്യണത്. പിന്നെ അതൊരു പാണ്ടാ തീമിലും കൂടെ ആകുമ്പോൾ എനിക്കത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നി. അപ്പം ഞാനൊന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി. പേപ്പർ വെയിറ്റ് ആയതുകൊണ്ട് നല്ല വെയിറ്റ് ആയിട്ട് വേണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു കല്ലാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മുടെ പാണ്ടയുടെ ബോഡിയൊക്കെ ഒന്ന് കുറച്ച് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി വെച്ചു. പിന്നെ ഞാനിവിടെ മോൾഡിഡ് ക്ലേ എടുത്തിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് സ്കൾപ്റ്റ് ചെയ്ത് നോക്കി. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിൽ ഇത്രയും സ്കൾപ്റ്റ് ചെയ്യാനുള്ള അത്രയും മോൾഡിഡ് ക്ലേ ഇല്ലയെന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പേപ്പർ ക്ലേ എടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ പേപ്പർ ക്ലേ വെച്ചിട്ട് ബാക്കി ഭാഗം സ്കൾപ്റ്റ് ചെയ്യാണ്. നമ്മളിവിടെ നമ്മുടെ പാണ്ടക്കുട്ടൻ ഇങ്ങനെ കിടക്കുന്ന പോലെയാണ് വെച്ചിട്ടുള്ളത്. കാരണം നമ്മളെടുത്ത കല്ലിൻ്റെ ഷേപ്പ് അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ സ്കൾപ്റ്റ് ചെയ്ത ബോഡി എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഹോം മെയ്ഡ് ജെസ്സോ കോട്ട് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ വാൾപുട്ടിയും ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കോട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫൈൻ ടെക്സ്ചറിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് ക്ലിക്ക് പെയിൻറ്റ് വെച്ചിട്ട് ബാക്കി പെയിൻറ്റിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 1-2 കോട്ട് വാർണിഷും കൂടെ കൊടുത്താൽ മതി. നമ്മുടെ പേപ്പർ വെയിറ്റ് ആയിട്ടുള്ള പാണ്ടക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പേപ്പർ ഒന്നും പറന്ന് പോകുമെന്ന് ആരും പേടിക്കണ്ട. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എനിക്ക് ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമൻറ്റിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.